നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവെക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് തൃശൂർ ജില്ലയിലെ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ലതയാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഒരു ഭാഗം തീരപ്രദേശവും ഒരു ഭാഗം കാർഷിക മേഖലയുമായ തൃശൂർ ജില്ലയിലെ കാട്ടൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് എന്റെ പഞ്ചായത്ത് ഇന്ന് പോകുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ലതയുണ്ട്. നമസ്കാരം ശ്രീമതി ലത. നമസ്കാരം. ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട പഞ്ചായത്താണ് കാട്ടൂര്. കൃഷിയും മൃഗസംരക്ഷണവുമാണ് പ്രധാന ഉപജീവന മാർഗം. കാർഷിക മേഖലയ്ക്കും സേവന മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? ഓരുവെള്ളം കയറുന്നത് വളരെയധികം പ്രതിസന്ധിയാണ് കാർഷിക മേഖലയിൽ സൃഷ്ടിക്കുന്നതല്ലേ? കാർഷിക മേഖല 145 ഹെക്ടറോളം കാർഷിക മേഖലയാണ് കാട്ടൂർ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാന കൃഷി ശേഖരം എന്ന് പറയുന്നത്. ഊരുവെള്ളം കയറുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷം തോറും പുളിക്കെട്ടിനുള്ള ഫണ്ട് വകയിരുത്തുന്ന വഴി നമുക്ക് ഊരുവെള്ളം തടയുന്നത് ഒരു പാട് നിയന്ത്രണം ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അതോടുകൂടി തന്നെ നമ്മൾ വിവിധ ഘട്ടങ്ങളിലായി പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചുകൊണ്ട് 13 ലക്ഷം രൂപ സ്ലൂയിസിന് വെച്ച് ഇപ്പോൾ പണി പൂർത്തീകരിച്ചു. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഉപ്പുവെള്ളം കയറാതിരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നടത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാടശേഖര സമിതിയുടെയും ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലെ 145 ഹെക്ടറോളം നെൽകൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് കുട്ടികളെ കൃഷിയിലേക്ക് അടുപ്പിക്കാൻ കുഞ്ഞു കൈയും പൊൻകതിർ എന്ന പദ്ധതി അടക്കം നടപ്പിലാക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികളെ കൃഷിയിലേക്ക് ഇറക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നത് അല്ലേ? കുഞ്ഞിക്കൈയും പൊൻകതിരും എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കൊച്ചുകുട്ടികളെ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നെല്ല് എന്താണെന്നും കൃഷി എന്താണെന്നും അരി എന്താണെന്നും എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി കുട്ടികളെ തന്നെ വെച്ചുകൊണ്ട് പാടത്തിൽ കുട്ടികളെ കൃഷി സ്ഥലത്തേക്ക് ഇറക്കിക്കൊണ്ട് വിത്ത് വിതയ്ക്കുകയും കൊയ്യുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന്റെ ഭാഗമായി നെല്ലും അതുപോലെ തന്നെ കൃഷിയും കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. ആ സെന്റ് ജോർജ് CUP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അതിന് മുൻകൈ എടുത്തത്. അവിടുത്തെ PTA ഭാരവാഹികൾ അതുപോലെ തന്നെ സ്കൂൾ അധികൃതരൊക്കെ അവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്കത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൃഷിരീതി തന്നെയാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. എന്താണ് ഈ സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫെസിലിറ്റേഷൻ സെന്റർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മുടെ സ്മാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ഓൺലൈൻ ആക്കിയതിന്റെ ഭാഗമായി ഒട്ടേറെ സാധാരണ ജനങ്ങൾക്ക് ആ സ്മാർട്ട് എന്താണെന്ന് അറിയാതെ ചിലപ്പോൾ അതിനെക്കുറിച്ച് അതറിയാതെ അക്ഷയ കേന്ദ്രങ്ങളും മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്ന് തിരിച്ചുപോയി അവരുടെ സുതാര്യമായ സേവനം നടത്താതെ പോകാതിരിക്കരുത് എന്ന ഒരു ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പഞ്ചായത്തിൽ സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ നടപ്പിലാക്കുന്നത്. ഒരാളും പഞ്ചായത്തിൽ വന്ന് അവരുടെ സേവനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ടാണ് നമ്മൾ ഒരു സുതാര്യമായ ഒരു സേവനം അവർക്ക് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സിറ്റിസൺ ഫെസിലിറ്റേഷൻ സെന്റർ നമ്മൾ നടപ്പിലാക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ജലാശയത്താൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്താണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത്. ജലാശയ സംരക്ഷണം എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാടശേഖര സമിതിയിലെ തോടുകളും ഇറിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ തോടുകളും വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ നഗരസഞ്ചയിക പദ്ധതി വഴി 5-6 കുളങ്ങൾ ഇപ്പൊ വൃത്തിയാക്കുന്നതിന് നമ്മൾ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഈ ജലാശയങ്ങൾ, മലിനമായി കിടക്കുന്ന ജലാശയങ്ങൾ കാര്യക്ഷമമായി വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്താനും അതുപോലെ തന്നെ കൃഷിക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് നനവെള്ളം
നല്ല രീതിയിൽ എത്തിക്കാനും നമുക്ക് ഈ ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിന്റെ വഴി, അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ഈ മലിനമായി കിടക്കുന്ന അല്ലെങ്കിൽ ജലാശയങ്ങൾ വൃത്തിയാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ജലാശയങ്ങളിൽ മത്സ്യം വളർത്തുന്നത് വഴി മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവന മാർഗം നേടുന്ന മത്സ്യ കർഷകർ ഉണ്ട് എന്നുള്ളതും കൂടി എടുത്തു പറയത്തക്ക ഒരു നേട്ടമാണ് കാട്ടൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മള് മത്സ്യ തൊഴിലാളികൾക്ക് വഞ്ചി വലയൊക്കെ വിതരണം ചെയ്യുകയാണ്. അവരുടെ ഒരു ഉപജീവനത്തിനും കൂടി ഇത്തരം പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും തനത് ഫണ്ട് കുറഞ്ഞ പഞ്ചായത്താണെങ്കിലും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മാലിന്യമുക്ത പഞ്ചായത്താണ്. മാലിന്യ സംസ്കരണ രംഗത്ത് എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് ഇടപെടുന്നത്? മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് തൃശൂർ ജില്ലയിൽ ഏറ്റവും നല്ല ഹരിതകർമ്മ സേനയ്ക്കുള്ള അവാർഡ് ലഭിച്ച ഒരു പഞ്ചായത്താണ് കാട്ടൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. വളരെ നല്ല രീതിയിൽ തന്നെ മാസത്തിലെ ആദ്യ 20-ാം തീയതിക്കുള്ളിൽ തന്നെ 100% നമ്മുടെ ഫീൽഡ് വിസിറ്റ് നടക്കുകയും അതോടൊപ്പം തന്നെ 100% വാതിൽപ്പടി സേവനം കൊടുക്കാനായിട്ട് കാട്ടൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കലണ്ടർ പ്രകാരം നമുക്ക് സാധനം എടുക്കാൻ സാധിക്കില്ല എങ്കിൽ കൂടി ഘട്ടം ഘട്ടമായി ഓരോ സ്ഥലത്തും കൂടുതൽ വരുന്ന ബയോ വേസ്റ്റുകൾ എന്താണ് വേസ്റ്റ് നമ്മുടെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റുകൾ എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ മലിനമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോട്ടിൽ ബൂത്ത്, അതുപോലെ തന്നെ ബയോബിൻ, അതുപോലെ തന്നെ നമ്മുടെ പൊതു സ്ഥലങ്ങളിലുള്ള വേസ്റ്റ് ബിൻ ഒക്കെ സ്ഥാപിക്കുന്നത് വഴി, അതുപോലെ തന്നെ INC ബോർഡുകളൊക്കെ വെച്ചതിന്റെ ഭാഗമായിട്ട് നമുക്ക് മാലിന്യമുക്ത നവകേരളത്തിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് അതിനോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഹരിതകർമ്മ സേനാംഗങ്ങളും നമ്മുടെ നാട്ടിലെ നല്ലവരായ ജനങ്ങളുടെയും ഒട്ടേറെ സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ മാലിന്യമുക്ത നവകേരളത്തിന്റെ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. അപ്പൊ തന്നെ സ്കൂളുകൾക്ക് ബയോഗ്യാസ് പ്ലാന്റ് കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായി ആദ്യമേ തന്നെ നമ്മൾ പൈപ്പ് കമ്പോസ്റ്റ്, അതുപോലെ തന്നെ ബയോഗ്യാസ് പ്ലാന്റ്, ഇപ്പോൾ ഒരു 800-ൽ താഴെയുള്ള വീടുകളിലേക്ക് ബയോബിൻ കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇത്രയും 800-ഓളം വീടുകൾക്ക് ബയോബിൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. ഉറവിടങ്ങളിൽ തന്നെ മാലിന്യം സംസ്കരിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള വലിച്ചെറിയ മുക്ത പഞ്ചായത്തിന്റെ പ്രഖ്യാപനമായിട്ട് നമുക്ക് സാധിച്ചത് ഇതെല്ലാം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ്. തീർച്ചയായിട്ടും മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. കാട്ടൂർ പഞ്ചായത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മേഖല ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിലെ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. പാലിയേറ്റീവ് രംഗത്തായാലും എങ്ങനെയാണ് ആരോഗ്യ മേഖലയിലെ ഒരു വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്താനാവുക? കാട്ടൂർ പഞ്ചായത്തിന് എടുത്തു പറയത്തക്ക ഒരു പ്രധാന നേട്ടം എന്ന് പറയുന്നത് പ്രഥമ ആരോഗ്യ കേരള പുരസ്കാരം ലഭിച്ച പഞ്ചായത്താണ് തൃശൂർ ജില്ലയിലെ കാട്ടൂർ പഞ്ചായത്ത് എന്ന് എടുത്തു പറയത്തക്ക ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആ പ്രഥമ ആരോഗ്യ കേരള പുരസ്കാരം ലഭിച്ച ഫണ്ട് കൊണ്ട് ഗവൺമെന്റ് നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറിയിലേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ 10 ലക്ഷം രൂപ വിനിയോഗിച്ചു. അതോടൊപ്പം തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള മരുന്ന്, ചികിത്സ, അതുപോലെ തന്നെ നമ്മുടെ അവരുടെ നഴ്സുമാരുടെ ശമ്പളം, ആംബുലൻസിന്റെ വാടക, ഇതൊക്കെ ആംബുലൻസിന്റെ ഇന്ധനം അടിക്കം ഉൾപ്പെടെയുള്ള ചെലവുകൾ നടത്താനായിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവിന് ആംബുലൻസ് തന്നത് ഞങ്ങളുടെ കാട്ടൂർ പഞ്ചായത്തിലെ തന്നെ ഒരു സുമനസുകളായ കാട്ടിലപ്പീടികയിൽ ഫാമിലിയുടെ അവരുടെ സഹോദരന്റെ സ്മരണാർത്ഥം, അബ്ദുൽ ഖാദർ കാട്ടിലപ്പീടിക എന്ന ഇക്കയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ ഫാമിലി തന്നതാണ് നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ആംബുലൻസ്. ഇത്തരം ഏറ്റവും നല്ല സഹകരിക്കുന്ന ഒരു ജനങ്ങളാണ് കാട്ടൂർ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ നമ്മുടെ സമ്പത്ത് എന്ന് തന്നെ പറയാം. പഞ്ചായത്തിന്റെ ഏതൊരു പ്രവർത്തനത്തിനും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്ക് അതീതമായി പഞ്ചായത്തിനോടൊപ്പം നിൽക്കുന്ന കാട്ടൂരിന്റെ ജനങ്ങളാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വിജയത്തിനും ഉത്തമ ഒരു ദൃഷ്ടാന്തം എന്ന് ഇത്തരം പ്രവർത്തനത്തിലൂടെ നമുക്ക് തെളിയിക്കുന്നതാണ്. അതാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാന ആരോഗ്യ മേഖലയുടെ പ്രധാന നേട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോമിയോ ഡിസ്പെൻസറിയോടൊപ്പം തന്നെ ആയുർവേദ ഡിസ്പെൻസറി, സബ് സെന്റർ ഉൾപ്പെടെയുള്ള
ആരോഗ്യ മേഖലയിലേക്ക് ഒട്ടേറെ പ്രവർത്തനം നമുക്ക് നടത്താനായി സാധിക്കും. മാസത്തിലുള്ള ക്യാമ്പുകൾ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് സ്ഥലങ്ങളിലുള്ള ക്യാമ്പുകൾ, മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി തൊഴിലിടങ്ങളിലും അതുപോലെ തന്നെ അംഗൻവാടികളൊക്കെ ക്യാമ്പുകൾ വെച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് ഒരു ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി നമ്മോടൊപ്പം നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകരും കട്ടൂർ പഞ്ചായത്തിന്റെ എടുത്തു പറയത്തക്ക മേന്മയാണെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും മാതൃകാപരമായിട്ടുള്ള കൂട്ടായ പ്രവർത്തനം തന്നെയാണ് ഇത്തരത്തിലുള്ള ആദരവും പുരസ്കാരവും ഒക്കെ കാട്ടൂർ പഞ്ചായത്തിലേക്ക് എത്തിക്കുന്നതും. ഈ സ്ത്രീ ശാക്തീകരണ രംഗത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? കുടുംബശ്രീ വഴി സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? കുടുംബശ്രീ വഴിയായിട്ട് ആടുഗ്രാമം, പോത്തുഗ്രാമം, കോഴി വളർത്തൽ, അതുപോലെ തന്നെ സംരംഭങ്ങള്, അങ്ങനെ ഒട്ടനവധി മേഖലയിലേക്ക് ഒരു 7 കോടി രൂപയോളം കുടുംബശ്രീ മിഷനും അതുപോലെ തന്നെ ബാങ്ക് വായ്പകളുമായി കാട്ടൂർ പഞ്ചായത്തിലെ 152ഓളം വരുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ കുടുംബശ്രീ അയൽക്കൂട്ടത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചു. എടുത്തു പറയത്തക്ക മേന്മ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ചിൽക്ക എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാധിച്ചു. ആ ഒരു സംരംഭം ഏറ്റവും നല്ല രീതിയിൽ കട്ടൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ സംരംഭം നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് സാധിച്ചു. ഏറ്റവും അധികം നാടൻ നമ്മുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കൊണ്ട്, നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് അവിടെ സംരംഭം അവിടെ തുടങ്ങാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ബൈഡ എന്ന് പറയുന്ന ഒരു സംരംഭം മുട്ട വിരിയിച്ചുകൊണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ച് മറ്റുള്ളവർക്ക് എന്താ പറയുക സംരംഭം തുടങ്ങാനായിട്ട് സാധിക്കുന്ന രീതിയിലേക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കിയോസ്ക്, വെജിറ്റബിൾ കിയോസ്ക് ഈ അടുത്ത കാലത്താണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് കുടുംബശ്രീയുടെ നമ്മുടെ ആ ലക്ഷ്യം മുൻകൂട്ടി കണ്ട് എന്തിനാണോ കുടുംബശ്രീ രൂപീകരിച്ചത്, സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, സാമൂഹിക ശാക്തീകരണം എന്നീ മേഖലയിലേക്കൊക്കെ ഉതകുന്ന രീതിയിലേക്ക് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് നമ്മുടെ കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക മേന്മ. 25 വർഷക്കാലത്തിന് ശേഷം അല്ലെങ്കിൽ 27 വർഷത്തോളമായി കുടുംബശ്രീ സംഘടനാ സംവിധാനം കേരളത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്ന ആ കുടുംബശ്രീ സംവിധാനം ഏറ്റവും നല്ല രീതിയിൽ കാട്ടൂർ പഞ്ചായത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെയും ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ കുടുംബശ്രീ സംവിധാനത്തെയും നല്ല രീതിയിൽ നമ്മുടെ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിച്ചത്. എടുത്തു പറയത്തക്ക രീതിയിൽ എന്ന് പറയാം. കുടുംബശ്രീ സംവിധാനത്തിലൂടെ നമ്മുടെ വനിതാ സംരംഭകർക്ക് ഇരുചക്ര വാഹനം നൽകാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കുടുംബശ്രീ വഴി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കൊടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒട്ടനവധി മേഖലകളിലേക്ക് കൈവയ്ക്കാനായിട്ട് നമ്മുടെ കുടുംബശ്രീക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക മേന്മ തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട സൗകര്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത്. പാർപ്പിട നിർമ്മാണം, ഭവന പദ്ധതി എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? പാർപ്പിട പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായി കാട്ടൂർ പഞ്ചായത്തിൽ 17 അതിദരിദ്ര കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിരുന്നത്. ആ അതിദരിദ്ര കുടുംബങ്ങൾ 17 കുടുംബങ്ങളിൽ നിന്ന് 5 കുടുംബാംഗങ്ങൾ മരണപ്പെടുകയും ബാക്കി 12 കുടുംബാംഗങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. അതിൽ 2 കുടുംബത്തിലെ ഒരു കുടുംബം SC കുടുംബമായിരുന്നു. അവർക്ക് സ്ഥലവും വീടും ഉണ്ടായിരുന്നില്ല. SC ഡിപ്പാർട്ട്മെന്റിന് സ്ഥലം ലഭിക്കുകയും കാട്ടൂർ പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ നിന്ന് അവർക്ക് വീട് വെച്ച് കൊടുക്കുകയും അവർ നല്ല രീതിയിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെച്ച് താമസം ആയി കഴിഞ്ഞ വീട് അവര് നല്ല സുഖം എന്ന് പറയുക സന്തോഷകരമായ ഒരു ജീവിതം നടത്തിക്കൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരാൾക്ക് സ്ഥലം ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നില്ല. അവർക്കും ഇപ്പോൾ വീട് വെച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. പഞ്ചായത്തിലെ സ്റ്റാഫുകൾ എല്ലാവരും മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് പഠനോപകരണം നൽകുന്നതിനുള്ള ബാഗ് ഉൾപ്പെടെ പഠന സഹായം കൊടുക്കാനായിട്ട് പഞ്ചായത്തിലെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള അവരുടെ ഒരു ഐക്യം കൂട്ടായ്മയും കൊണ്ട് നമുക്ക് സാധിച്ചു. പിന്നെ ബാക്കി ഉള്ളവർക്കെല്ലാം ആരോഗ്യപരമായ കാരണങ്ങളായിരുന്നു അവർ ക്ലേശഘടകമായി ഉണ്ടായിരുന്ന അവരെ PHSയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ചികിത്സാ സഹായം ലഭിക്കുന്നതിനും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ലഭിക്കുകയും വേണ്ട നടപടി എടുത്തു കൊടുക്കേണ്ടായി. അത്തരം ഒരു പ്രക്രിയയിലൂടെയാണ് അതിദരിദ്ര കുടുംബം എന്ന നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് സാധിച്ചു. പിന്നെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 140 വീടുകളോളം നമുക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ കൊടുക്കാനായിട്ട് സാധിച്ചു. 28 പേർക്ക് സ്ഥലം വാങ്ങുന്നതിനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുനരധിവാസ നമ്മുടെ വീട്
റിപ്പയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 140 പേരോളം വാസയോഗ്യമായ വീടുണ്ടാക്കാൻ വേണ്ടി പുനരധിവാസ പദ്ധതി പ്രകാരം നമുക്ക് അവർക്ക് വീട് വാസയോഗ്യമാക്കുന്ന പദ്ധതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. തൃശൂർ ജില്ലയിലെ കാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് എന്റെ പഞ്ചായത്തിലൂടെ ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ലതയുണ്ട്. ശ്രീമതി ലത, പരിസ്ഥിതി സംരക്ഷണത്തിന് ജനകീയ കൂട്ടായ്മ എന്ന നൂതന ക്യാമ്പയിനൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്? പരിസ്ഥിതി സംരക്ഷണത്തിന് ജനകീയ കൂട്ടായ്മ എന്ന് പറയുന്ന പോയം എന്ന് പറയുന്ന ആ കൂട്ടായ്മ എനിക്ക് മുൻപേ പോയവർ മുൻ പ്രസിഡന്റുമാർ ചെയ്തു വെച്ച ആ പ്രവർത്തനത്തിന്റെ തുടക്കം എന്ന് പറയുന്ന നമ്മളത് തുടർച്ചയായി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ഒരു ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കി നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്രാവശ്യം നമ്മൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ഒരു ക്യാമ്പയിൻ നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. എന്റെ ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ടീച്ചർ കൊഞ്ഞനം ക്ഷേത്ര മൈതാനത്ത് ആ പരിപാടി വളരെ നല്ല രീതിയിൽ ഉദ്ഘാടനം ചെയ്യുകയും ആ വിളവെടുപ്പ് ഉത്സവം അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. ഓണച്ചന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിഭവന്റെ ഓണച്ചന്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചന്തയിലേക്ക് ഈ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ച പച്ചക്കറി എത്തിക്കുകയും വിപണനം ചെയ്യാനായിട്ട് സാധിച്ചു. നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു മനസ്സ് ഉണ്ടാകട്ടെ എന്ന രീതിയിലേക്ക് കാട്ടൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ആ കൂട്ടായ്മയാണ് ഇത്തരം പ്രവർത്തനത്തിലേക്ക് നമ്മളെ എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഘട്ടം ഘട്ടമായി ഓരോ ഘട്ടങ്ങളിലും നമ്മൾ നേരിടുന്ന ഏതൊരു പ്രശ്നത്തെയും നല്ല രീതിയിൽ കണ്ടുകൊണ്ട് ഇത്തരം ജനകീയ കൂട്ടായ്മകളാണ് നമ്മുടെ ഓരോ പദ്ധതിയുടെയും വിജയത്തിന്റെ കേദാരം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള അഭിമാനകരമായിട്ടുള്ള വികസന പദ്ധതികളാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അടക്കം പ്രത്യേകം പദ്ധതിയൊക്കെ തയ്യാറാക്കി നടപ്പിലാക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിനായി ഉണർവ് പദ്ധതി അടക്കം നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഉണർവ് എന്ന് പറയുന്ന ഒരു ബഹുവർഷ പദ്ധതിയാണ് ഉണർവ് എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാരായ 250ഓളം പേർ ഭിന്നശേഷിക്കാർ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു. അവരെയെല്ലാം നമ്മുടെ ക്രൈസ്റ്റിലെ സന്നദ്ധ സംഘടനയെ തവനീഷ് എന്ന സംഘടനയും അതുപോലെ തന്നെ കാട്ടൂർ പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർമാരും അതുപോലെ തന്നെ നമ്മുടെ കല്ലേറ്റിങ്കരയിൽ നിപ്പർ എന്ന സംഘടനയും കൂടി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഉണർവ് എന്ന പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. അതിൽ ആ 250ഓളം വരുന്ന ഭിന്നശേഷിക്കാരെ സർവേ നടത്തി അതിന് ഏറ്റവും സഹായിച്ചത് അംഗൻവാടി ടീച്ചർമാര് അതുപോലെ തന്നെ ക്രൈസ്റ്റ് കോളേജിലെ തമനിഷ്ഠ എന്ന സംഘടനയിലെ വിദ്യാർത്ഥികളുമാണ്. നല്ല രീതിയിൽ തന്നെ ആ സർവേ നടത്തി നമ്മൾ ആ സർവേ നടത്തിയിരുന്ന ഭിന്നശേഷിക്കാരെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ക്യാമ്പ് നടത്തുകയും അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ അഭിരുചി അനുസരിച്ചുള്ള അവരുടെ മനസ്സിൽ അവർ കണ്ടിട്ടുള്ള ഏത് ജോലിയാണോ അവർക്ക് ആവശ്യമെന്ന് കണ്ടുകൊണ്ട് അവർക്ക് അതിനൊരു പരിശീലനം നൽകുകയും ആണ് നടപടിയായിട്ട് കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ജനിച്ചു വീണ 0 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്തുകൊണ്ട് അവരിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ആ രോഗാവസ്ഥയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഏർലി ഇൻവെന്റേഷൻ ക്യാമ്പ് എന്ന രീതിയിലേക്ക് നടത്താനായിട്ട് സാധിച്ചു. വളരെ അഭിമാനം തോന്നുന്നത് നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തിലൊക്കെ എത്രയോ നമ്മൾ തിരിച്ചറിയാതെ പോയ ഒട്ടേറെ രോഗാവസ്ഥ കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഒരു ഭിന്നശേഷിയായി രൂപാന്തരപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നിപ്മർ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഉണർവ് എന്ന പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഭിന്നശേഷിക്കാരെ ശാക്തീകരിക്കുന്നതിനും അവരെ സാമ്പത്തികമായി സാമൂഹികമായി സമൂഹത്തിന്റെ ഉന്നതങ്ങളിലേക്ക് അല്ലെങ്കിൽ അടിത്തട്ടിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനായിട്ട് ഉണർവെന്ന പദ്ധതി കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു സംഭവം എന്ന് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മ
അവിടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരോട് കിട്ടുന്ന ഏതെല്ലാം അവരുടെ അനുഭവങ്ങൾ, അവരുടെ പങ്കുവയ്ക്കലുകൾ, അവർക്ക് കിട്ടുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങളെ കുറിച്ചും അവർക്ക് കിട്ടുന്ന സാമൂഹികമായ ഒട്ടേറെ അറിവുകളെ കുറിച്ചൊക്കെ പങ്കുവെക്കാനായിട്ട് ഈ ഉണർവ് എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് എന്നാണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ ഘട്ടം ഘട്ടമായി വരുന്ന ഓരോ സർവേയിലും നമ്മൾ ഘട്ടം ഘട്ടമായി സർവേ നടത്തിക്കൊണ്ട് ഈ 250 പേരല്ല, നമ്മൾക്ക് ഇനിയും വരുന്ന ഭിന്നശേഷിക്കാരെ ഇതിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുന്ന നടപടിയാണ് കാട്ടൂർ പഞ്ചായത്ത് നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉണർവ് എന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് എല്ലാ വർഷവും ഭിന്നശേഷിക്കാരുടെ കലോത്സവം നടത്തി അവരുടെ മാനസികമായ ഒരു ഉല്ലാസവും അവർക്ക് ഒരു അനുമോദനവും നടത്താനായിട്ട് നമ്മൾ ഈ ഭിന്നശേഷി കലോത്സവത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും മുഖ്യധാരയിൽ എത്തിക്കുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് സേവന മേഖലയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാട്ടൂർ പഞ്ചായത്തിന് സ്കൂളില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ BRC അല്ലെങ്കിൽ സർവശിക്ഷ അഭിയാനാണ് നമ്മൾ പൈസ കൈമാറാറുള്ളത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ 17 അംഗൻവാടികളാണ്. ആ അംഗൻവാടികളിലേക്ക് വേണ്ട പോഷകാഹാരം, അതോടൊപ്പം തന്നെ അംഗൻവാടി ടീച്ചർമാരുടെ വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സേവന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലഭ്യമാക്കുന്നത്. അതോടൊപ്പം തന്നെ സാമൂഹികമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് സേവനവുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പകൽ വീട് എന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. അടുത്ത സമയത്തു തന്നെ പകൽ വീടിന്റെ ഉദ്ഘാടന കർമ്മം നമുക്ക് നിർവഹിക്കാനായിട്ട് സാധിക്കും. വയോജനങ്ങൾക്ക് അവർക്ക് അവരുടെ മാനസികമായ ഉല്ലാസത്തിനും അതുപോലെ തന്നെ ശാരീരികമായ ആവശ്യകതകളൊക്കെ മറന്നുകൊണ്ട് അവരുടെ സമയം ചിലവഴിക്കുന്നതിന് വേണ്ടി ആ സമയം എന്താ പറയാ ഒറ്റപ്പെടലുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പകൽ വീട് എന്ന ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന്റെ അവസാന ഘട്ട നടപടിയിലൂടെയാണ് ഇപ്പൊ നടന്നുപോയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വയോജന പാർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇപ്പോൾ അടുത്തു തന്നെ നമുക്ക് നടപടി ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? മിനി സിവിൽ സ്റ്റേഷൻ എന്നൊരു സ്വപ്ന പദ്ധതിയുണ്ട് ഗ്രാമപഞ്ചായത്തിന്. മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന കാട്ടൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടക്കീഴിൽ എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാട്ടൂർ പഞ്ചായത്തിന്റെ പ്രത്യേകത. രജിസ്റ്റർ ഓഫീസ്, വില്ലേജ് ഓഫീസ്, വെറ്റിനറി ഹോസ്പിറ്റൽ, കൃഷിഭവൻ, തൊഴിലുറപ്പിന്റെ ഓഫീസ്, VO ഓഫീസ്, കുടുംബശ്രീ ഓഫീസ്, ജാഗ്രതാ സമിതി, ഇങ്ങനെ ഒട്ടനവധി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും പഞ്ചായത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒരു കുടക്കീഴിൽ സേവനം നൽകുക എന്ന ഉദ്ദേശലക്ഷ്യത്തോടു കൂടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ബിന്ദു ടീച്ചർ അദ്ദേഹത്തിന്റെ ബജറ്റിൽ പ്രഖ്യാപിക്കുകയും മിനി സിവിൽ സ്റ്റേഷൻ പണിയതിനുള്ള ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. അതിന്റെ പ്രാരംഭ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഭരണസമിതിക്ക് എന്തായാലും ഒരു പുതിയ മിനി സിവിൽ സ്റ്റേഷനിൽ ഇരുന്ന് നമ്മുടെ ജനങ്ങൾക്ക് സുതാര്യവും ഏറ്റവും നല്ല രീതിയിലുള്ള സേവനം കൊടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ. അതോടൊപ്പം തന്നെ കുടിവെള്ള വിതരണം എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം രൂപപ്പെടുന്ന പ്രദേശങ്ങളുണ്ടോ? എങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നത്? കുടിവെള്ള പ്രശ്നം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ 14 വാർഡുകൾ ഉണ്ട് എങ്കിൽ കൂടി തന്നെ ആദ്യമേ തന്നെ എടുത്തു പറഞ്ഞതാണ് തീരദേശ മേഖലയിൽ പകുതിയോളം തീരദേശ മേഖല ആയതുകൊണ്ട് വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് കുടിവെള്ളം എല്ലാ സ്ഥലങ്ങളിലേക്കും കുടിവെള്ളം ലഭ്യത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ കൂടി തന്നെ പഞ്ചായത്തിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിന് 2 ടാങ്കുകളാണ് ഉള്ളത്. നിലവിലെ അപര്യാപ്തമാണ് നമ്മുടെ ആ ടാങ്കിന്റെ കപ്പാസിറ്റി അപര്യാപ്തമാണ് എങ്കിൽ കൂടി തന്നെ ഒരുവിധം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പഞ്ചായത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനായിട്ട് സാധിച്ചു.
അതുപോലെ തന്നെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി നനവെള്ളം എത്തുന്നത് വഴി കുറെ പേർക്കെങ്കിലും കിണറുകളിൽ ജലവിധാനം ഉയരുകയും കുടിവെള്ളം മറ്റുള്ള പ്രദേശങ്ങൾ കുടിവെള്ളം കണ്ട് ലഭ്യത ഉറപ്പുവരുത്താനും സാധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും ഘട്ടം ഘട്ടമായി ഒട്ടേറെ പേർ നമുക്കറിയാം, നമ്മള് സ്വപ്നം കണ്ട സമയത്തുള്ള അല്ലെങ്കിൽ വിഭാവനം ചെയ്ത സമയത്തുള്ള ഗുണഭോക്താക്കളല്ല ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ വീണ്ടും ഗുണഭോക്താക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഒരു നേരിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി തന്നെ ഘട്ടം ഘട്ടമായി അത് പരിഹരിക്കാനുള്ള നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുമെന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിരവധി മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. തൃശൂർ ജില്ലയിലെ കാട്ടൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി ലത. എൻ്റെ പഞ്ചായത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി കാണും വരെ നമസ്കാരം.